റിയാലിറ്റി ഷോയിലൂടെയായി പ്രേക്ഷകർക്ക് സുപരിചിതരായി മാറിയവരാണ് ഹിമയും സുമിത്തും. വിവിധ ചാനലുകളിലായി കപ്പിൾ റിയാലിറ്റി ഷോയിലായിരുന്നു ഇവർ മത്സരിച്ചത്. സിനിമയിൽ അഭിനയിക്കാനാണ് ആഗ്രഹം. ചേട്ടായിക്കാണ് എന്നെക്കാളും കൂടുതൽ ആഗ്രഹം. അതിനായി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് ഹിമ പറഞ്ഞിരുന്നു. ഈ ഷോ കാണുന്ന സംവിധായകരിൽ ആരെങ്കിലും നിങ്ങളെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്നായിരുന്നു അവതാരകയായ പൂർണിമ അന്ന് പറഞ്ഞത്. വിദേശത്ത് ജോലി കളഞ്ഞായിരുന്നു സുമിത്ത് സിനിമയുടെ പുറകെ പോയത്. തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുള്ള സുമിത്തിൻ്റെ പോസ്റ്റും ചിത്രങ്ങളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സുമിത്തും ഹിമയും. ആഗ്രഹിച്ചതുപോലെ തന്നെ സിനിമയിൽ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇരുവരും. പരസ്യങ്ങളും ഫോട്ടോഷൂട്ടുകളും റീൽസുമൊക്കെയായി സജീവമാണ് ഹിമ. ത്വാത്വിക അവലോകനത്തിലൂടെയായി സിനിമയിൽ അരങ്ങേറുകയായിരുന്നു സുമിത്ത്. അഭിമുഖങ്ങളിലെല്ലാം ഇരുവരും കരിയറിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. തൻ്റെ പുതിയ ചിത്രങ്ങളായിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് സുമിത്ത് പങ്കുവച്ചത്. സുമിത്ത് MB മൂവീസ് തുടങ്ങിയ ഹാഷ്ടാഗുകളും ഉപയോഗിച്ചിരുന്നു. നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ചത്. ഹിമയും ഈ ചിത്രത്തിന് ലൈക്ക് ചെയ്തിരുന്നു. ഇരുവരും പിരിഞ്ഞോ ഒന്നിച്ച് കാണുന്നില്ലല്ലോ എന്ന ചോദ്യങ്ങളും ചർച്ചകളും ഇപ്പോഴും സജീവമാണ്. ഇതേക്കുറിച്ച് ഇരുവരും പ്രതികരിക്കാറില്ല എന്നതും ശ്രദ്ധേയമാണ്. ചെറുപ്പം മുതലേ ഒത്തിരി സിനിമകൾ കാണാറുണ്ടായിരുന്നു. അഭിനയവും ഇഷ്ടമായിരുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ അഭിനയിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബി ഒക്കെ കണ്ടപ്പോൾ കുറച്ച് സമയം ആരോടും മിണ്ടാറില്ലായിരുന്നു. ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുമായിരുന്നു. സിനിമ അത്രയേറെ ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞിരുന്നു. അന്നൊന്നും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അനുരാജും പ്രീനയുമാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. നീ എഴുതൂ എന്നായിരുന്നു പറഞ്ഞത്. എഴുതാനല്ല അഭിനയിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ ക്യാരക്ടറും ചെയ്തു തുടങ്ങിയെന്നായിരുന്നു ഇടയ്ക്കൊരു അഭിമുഖത്തിൽ സുമിത്ത് പറഞ്ഞത്. ലുലുമാളിൽ വെച്ച് കണ്ടപ്പോഴായിരുന്നു ഹരിസാർ എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരി എൻ്റെ വീഡിയോകളെല്ലാം കാണാറുണ്ടായിരുന്നു. നമ്പർ വാങ്ങിച്ചിരുന്നു അദ്ദേഹം. 3.5 മാസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സിനിമയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത്. ചെറിയ സീനാണ്, പാലക്കാടാണ് ഷൂട്ട്, ഇങ്ങോട്ട് വരണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണ് പോയത്. തിരക്കഥയിൽ ഇല്ലാതിരുന്ന രംഗം എന്നോടുള്ള ഇഷ്ടം വെച്ച് എഴുതി തീർക്കുകയായിരുന്നു. കഥ എഴുതുന്നതും നേരിൽ കാണാനായി. സുമിത്ത് എന്തായാലും നടനാവും. അതിനുള്ള കഴിവുണ്ട്. നന്നായി അധ്വാനിക്കുന്നുമുണ്ടല്ല. പ്രിയപ്പെട്ടവരെല്ലാം വിലയിരുത്തിയിരുന്നു. നിന്റെ കാര്യത്തിൽ ദൈവാനുഗ്രഹം തന്നെയാണ്. കാര്യം സിനിമയിൽ ഇല്ലാത്ത രംഗം നിനക്ക് വേണ്ടി എഴുതിയതാണെന്നായിരുന്നു ത്വാത്വിക അവലോകനത്തെക്കുറിച്ച് അഖിൽ മാരാർ സുമിത്തിനോട് പറഞ്ഞത്.